ഗബ്രി പുറത്തുപോയതിനു ശേഷമുള്ള ദിനങ്ങളിൽ അത്ര സജീവമല്ലാത്ത ജാസ്മിനെയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ കണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ ഗബ്രിയെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ താൻ ക്വിറ്റ് ചെയ്യും എന്ന് വരെ ജാസ്മിൻ പറഞ്ഞിരുന്നു. എന്നാൽ പതിയെ കാര്യങ്ങൾ മാറിയെന്നാണ് സത്യം. ഇപ്പോൾ കൂടുതൽ സജീവമായ ജാസ്മിൻ അർജുനുമായി പുതിയ കോംബോ പിടിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പ്രേക്ഷകർ പറയുന്നു എന്നതിനപ്പുറത്തേക്ക് വീടിനുള്ളിൽ തന്നെ ചിലർ അത്തരമൊരു സംസാര രീതിയുണ്ട്. ശ്രീതുവും റസ്മിനും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയും ചെയ്തിരുന്നു. പതിവ് പോലെ പുതിയ കോംബോ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വിമർശനവും തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ജാസ്മിൻ ഗബ്രി കോംബോയെ വിമർശിച്ച അർജുൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ജാസ്മിനും അർജുനും കോംബോ രൂപപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെങ്കിലും ഇരുവർക്കിടയിലും ഒരു കൂട്ടുകെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന ഗെയിമിൽ മുന്നോട്ട് പോകാൻ ഇത്തരത്തിലൊരു കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നതിൽ അത് നല്ലതാണ് മറ്റൊരു വിഭാഗം പ്രേക്ഷകർ പറയുന്നു. അത്തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. അർജുന് ഒരുപാട് ആരാധകർ ഉണ്ടെന്നത് സത്യമാണ്. അത് വോട്ടിങ്ങിൽ കണ്ടതുമാണ്. അദ്ദേഹം എത്രയും നാൾ നോമിനേഷനിൽ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് ആരാധകർ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഒരു ദിവസം സിജോയും അർജുനും തമ്മിലുള്ള ഒരു സംഭാഷണം ബിഗ് ബോസ് എപ്പിസോഡിൽ വന്നിരുന്നു. അന്ന് സിജോ അർജുനോട് പറയുകയാണ്, എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയാണ് ജാസ്മിൻ, എന്നിട്ട് അവൾ ഇവിടെ വന്ന് കാണിക്കുന്നത് എന്താണ്? ഇതൊക്കെ കാണുന്ന അവൻ്റെ ചെക്കന് പൊളിയത്തിലെ എന്നാണ്. പിന്നിലെ ഉറപ്പായും പൊളിയും. അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നായിരുന്നു അർജുൻ സിജോയോട് നൽകിയ മറുപടി. എല്ലാം കഴിഞ്ഞ് ഗബ്രി ഔട്ടായി. ഇപ്പോൾ അർജുൻ ജാസ്മിൻ്റെ ഒപ്പം കാണിക്കുന്നത് എന്താണ്? ഇപ്പോൾ അർജുൻ കാണിക്കുന്നത് തെറ്റാണെങ്കിൽ അർജുനെ സപ്പോർട്ട് ചെയ്ത നിങ്ങളും തെറ്റുകാരല്ലേ? ഞാൻ ആദ്യമേ തൊട്ട് പറഞ്ഞ കാര്യം ഇതുതന്നെയാണ്. മനുഷ്യനാണ്. വായു ഇല്ലാതെ ഉറവിടം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വായു ഇടിച്ചു കയറും എന്നതുപോലെ തന്നെ നമുക്ക് ഉചിതമായ കാര്യങ്ങൾ സന്ദർഭത്തിന് അനുയോജിച്ച് ചെയ്യുക. അതുമാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിവൃത്തിയുള്ളൂ. അതിന് ആളുകൾ എങ്ങനെ കാണും, വീട്ടുകാർ എന്തും മൈൻഡിൽ കരുതും എന്നൊക്കെ ആലോചിച്ചാൽ എവിടെയോ നിൽക്കുന്നത് അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആളുകൾ ജാസ്മിനെ കുറ്റപ്പെടുത്തുകയും ഗബ്രി പോയപ്പോൾ അടുത്ത പണി ഇത് അവളുടെ തൊഴിലാണ്, ഇവൾ മോശപ്പെട്ടവളാണ് എന്നൊക്കെ പറയുന്നു. ജാസ്മിൻ എന്ത് ചെയ്യണം? വർഷങ്ങളായി ബിഗ് ബോസിൽ കയറാൻ വേണ്ടി പ്രയത്നിച്ചു. അവസാനം ബിഗ് ബോസിൽ കയറിപ്പറ്റി. അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തി 55-ാം ദിവസം പുറത്തായി എന്നും പറഞ്ഞ് കുത്തിയിരുന്ന് കരയണോ? ഒരു കോമ്പിനേഷൻ ഒപ്പിക്കാതെ ജാസ്മിൻ അവിടെ നിന്ന് പുറത്ത് ആകുകയാണെങ്കിൽ നിങ്ങൾ നാളെ ജാസ്മിനെ കുറ്റപ്പെടുത്തില്ലേ? ധൈര്യമില്ല, ഗബ്രി ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ പറ്റില്ല എന്നൊക്കെയായിരിക്കും പറയുക. അതിന് ഒരു പക്ക ഉദാഹരണമാണ് സിബിൻ. സിബിൻ നിന്നപ്പോൾ എന്തൊരു ഫാൻസ് ആയിരുന്നു. ഇപ്പോൾ സിബിന് ചങ്കൂറ്റമില്ല, ആണത്തമില്ല. ജാസ്മിനെ പറ്റി എപ്പോഴും കുറ്റം പറയുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ പുകഴ്ത്തി നിങ്ങൾ തന്നെ കളിയാക്കുകയല്ലേ? ഈ മേഖലയിൽ ഇറങ്ങി തിരിച്ചാൽ ഉള്ള കുഴപ്പം ഇതാണ്. നെഗറ്റീവ് ഒരുപാടുണ്ടാകും. അത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണ് വിജയിക്കുന്നത്. റിയാസിന് അന്നും ഇന്നും ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. പക്ഷേ റിയാസ് അത് മൈൻഡ് ചെയ്യുന്നില്ല. അവൻ്റെ വേഷം, വസ്ത്രധാരണം, അവൻ താമസിക്കുന്ന വീട്, ഉപയോഗിക്കുന്ന ഫോൺ, അവന് സോഷ്യൽ മീഡിയയിലൂടെ എത്ര സമ്പാദിക്കുന്നു എന്നൊക്കെ നോക്കിയാൽ ആ ചെക്കൻ്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് മാത്രം ആലോചിക്കുക, ഇത്രയും ജനങ്ങൾ ജാസ്മിനെ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെയാണോ ജാസ്മിൻ്റെ ജീവിത രീതിയാണോ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത് എന്ന് മാത്രമാണ് ആലോചിക്കുക. അവളെ പിന്തുണയ്ക്കുന്നവരും നിരവധിയുണ്ട്. അതും അവളുടെ വിജയമാണ്.